ഇലക്ട്രോണിക് സ്പാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സനിയോ കമ്പനിയുടെ ഒരു കാസറ്റ് പ്ലെയറിൻ്റെ സർവീസാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അനക്കവുമില്ലാത്ത അവസ്ഥയിലാണ് സെറ്റ് നമുക്ക് സർവീസിന് വന്നിരിക്കുന്നത്. നമുക്കത് എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്ന് നോക്കാം. അതിനായി നമുക്ക് ഈ സെറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ചെറിയ സെറ്റ് ആയതുകൊണ്ട് തന്നെ ഈ മോഡൽ സെറ്റുകൾ ഓപ്പൺ ചെയ്യുവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കാരണം സ്ക്രൂ ഉണ്ടെങ്കിൽ പോലും ലോക്കുകളിലാണ് ഈ മോഡൽ ക്യാബിനുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതറിയാൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ലോക്കുകൾ ഡാമേജായി പോകും. ഈ കാണുന്നതാണ് സെറ്റിൻ്റെ ഉൾഭാഗം. ഇതാണ് ഈ സെറ്റിൻ്റെ മദർ ബോർഡും ആംപ്ലിഫയർ ബോർഡും എല്ലാം. VCD പ്ലെയറിൻ്റെ മദർ ബോർഡാണ് കാണുന്നത്. DVD ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇറങ്ങി സെറ്റ് ആയതുകൊണ്ടാവാം ഈ സെറ്റിൽ DVD ഇല്ല, VCD ആണുള്ളത്. ഈ കാണുന്നതാണ് ഈ സെറ്റിൻ്റെ പവർ സപ്ലൈ. ട്രാൻസ്ഫോമറാണ് പവർ സപ്ലൈ ആയി യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സെറ്റിൻ്റെ അകത്ത് നിന്ന് 1-2 കോയിനുകൾ നമുക്ക് ലഭിച്ചു. സെറ്റ് വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് കാശ് കൊടുക്കായി ഉപയോഗിച്ചതാണോ എന്ന സംശയം തോന്നുന്ന രീതിയിലാണ് ഇതിനകത്ത് നിന്ന് കോയിനുകൾ ലഭിക്കുന്നത്. കുട്ടികളുടെ വികൃതിയാവാനാണ് സാധ്യത. ഏതുതന്നെയായാലും ഈ കോയിനുകൾ അകത്ത് നിന്ന് ഷോർട്ടായി ഫ്യൂസുകൾ ഡാമേജായി പോയിരിക്കുകയാണ്. നമുക്ക് ആ ഫ്യൂസുകൾ മാറിയതിന് ശേഷം സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഫ്യൂസുകൾ മാറിയതിന് ശേഷം സെറ്റ് ഓൺ ചെയ്യുമ്പോൾ സെറ്റ് ഓൺ ആവുന്നുണ്ട്. വേറെ കംപ്ലൈൻറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഫ്യൂസുകൾ ഡാമേജായി പോയതാണ് കാരണം. പക്ഷേ ആ ഫ്യൂസുകൾ ഡാമേജ് ആയാൽ പോലും നമുക്കതൊന്ന് ഓപ്പൺ ചെയ്തെടുത്ത് മാറുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു ഫ്യൂസ് മാറുന്നതിൽ പോലും ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത് ഈ സെറ്റിൻ്റെ അകത്തേക്ക് സ്പേസ് ഇല്ല. നമുക്ക് കൈ ഈസിയായി കടത്തുവാൻ കഴിയുകയില്ല. അതാണ് അതിൻ്റെ കുഴപ്പം. സെറ്റ് റെഡി ആയി കഴിഞ്ഞാൽ ഒരു ബ്ലൂടൂത്ത് ബോർഡ് സെറ്റ് ചെയ്ത് തരണം എന്ന് കസ്റ്റമർ പറഞ്ഞിരുന്നു. നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. USB ബോർഡല്ല, ബ്ലൂടൂത്ത് ബോർഡ് മാത്രമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വളരെയധികം എളുപ്പത്തിൽ നമുക്ക് ആ വർക്ക് ചെയ്തെടുക്കുവാൻ കഴിഞ്ഞു. 5 വോൾട്ടിൻ്റെ റെഗുലേറ്റർ ഐസിയും ഒരു ബ്ലൂടൂത്ത് ബോർഡ് മാത്രമേ നമുക്ക് ഇതിന് ആവശ്യമായി വന്നുള്ളൂ. ബ്ലൂടൂത്ത് ബോർഡിലെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. എല്ലാ ബ്ലൂടൂത്ത് ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെറ്റിൻ്റെ ഓരോ ഭാഗങ്ങളായി റീസെറ്റ് ചെയ്യാം. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ സെറ്റിൻ്റെ വർക്ക് കഴിഞ്ഞു.